വാട്ട് ഈസ് പ്രാഗ്മാറ്റിസം? പ്രാഗ്മാറ്റിസമാണ് ഏറ്റവും പുതിയ ദർശനമാർഗം എന്ന് പറയാം. പിയേഴ്സ് ആണ് അതിൻ്റെ ഉപജ്ഞാതാവ്. വില്യം ജെയിംസ് അത് പ്രചരിപ്പിച്ചു. പക്ഷേ ജോൺ ഡൂയി ആയിരുന്നു അതിൻ്റെ ഏറ്റവും ശക്തനായ വാക്താവ്. അമേരിക്കയുടെ സ്വന്തം ദർശനമായാണ് പ്രായോഗികതാവാദം കരുതപ്പെടുന്നത്. പ്രകൃതിവാദത്തിനും കേവലമായ ആദർശവാദത്തിനും എതിരായ ഒരു പ്രസ്ഥാനമാണ് പ്രായോഗികതാവാദം. പ്രായോഗികതാവാദത്തിനും ആദർശവാദത്തിനും ഇടയ്ക്കുള്ള മധ്യവർത്തിയാണ് പ്രായോഗികതാവാദം എന്ന് പറയാം. ആക്ഷൻ എന്നർത്ഥം വരുന്ന പ്രാഗ്മാറ്റിക്കോസ് എന്ന ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് പ്രാഗ്മാറ്റിസം എന്ന സംജ്ഞ രൂപം കൊണ്ടത്. പ്രായോഗികതാവാദത്തിൽ ചിന്തയ്ക്കുള്ളതിലേറെ ഊന്നൽ പ്രവർത്തനത്തിനാണ്. പ്രവർത്തനത്തിന് താഴെ മാത്രമേ ചിന്തയ്ക്ക് സ്ഥാനമുള്ളൂ. Pragmatism and education. Pragmatism is a philosophy of human action. It is the first independently developed American philosophy which attached great importance to practicability and utility rather than on reflection. The term pragmatism is derived from the Greek word pragma, which means use or action. Pragmatism is a doctrine that evaluates any assertion solely by its practical significance and immediate importance. According to this ideology, the test of truth of an idea is its practical utility. Pragmatism is also known as experimentalism or consequentialism. പ്രായോഗികത മനുഷ്യപ്രവർത്തനത്തിൻ്റെ ഒരു തത്വശാസ്ത്രമാണ്. സ്വതന്ത്രമായി വികസിപ്പിച്ച ആദ്യത്തെ അമേരിക്കൻ തത്വചിന്തയാണിത്. പ്രതിഫലനത്തേക്കാൾ പ്രായോഗികതയ്ക്കും പ്രയോജനത്തിനും വലിയ പ്രാധാന്യം നൽകി. ഗ്രീക്ക് പദമായ പ്രാഗ്മയിൽ നിന്നാണ് പ്രാഗ്മാറ്റിസം എന്ന പദം ഉരുത്തിരിഞ്ഞത്. അതിനർത്ഥം ഉപയോഗം അല്ലെങ്കിൽ പ്രവർത്തനം എന്നാണ്. ഏതൊരു വാദത്തെയും അതിൻ്റെ പ്രായോഗിക പ്രാധാന്യവും അടിയന്തര പ്രാധാന്യവും കൊണ്ട് മാത്രം വിലയിരുത്തുന്ന ഒരു സിദ്ധാന്തമാണ് പ്രായോഗികത. ഈ പ്രത്യയശാസ്ത്രമനുസരിച്ച് ഒരു ആശയത്തിൻ്റെ സത്യത്തിൻ്റെ പരീക്ഷണം അതിൻ്റെ പ്രായോഗിക ഉപയോഗമാണ്. പ്രായോഗികവാദം പരീക്ഷണാത്മക വാദം അല്ലെങ്കിൽ അനന്തരഫലം എന്നും അറിയപ്പെടുന്നു. The chief exponents of pragmatism are William James, Charles S. Peirce, John Dewey, W. H. Kilpatrick, Margaret H. Mead, etc. Fundamental tenets of pragmatism. The following are the fundamental principles of pragmatism. Number 1, truth is absolute. It is always changing according to time, place, and situation. Utility is the criterion of truth. The truth of an idea is dependent on its workability. സത്യം കേവലമല്ല, കാലത്തിനും സ്ഥലത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. പ്രയോജനമാണ് സത്യത്തിൻ്റെ മാനദണ്ഡം. ഒരു ആശയത്തിൻ്റെ സത്യം അതിൻ്റെ പ്രവർത്തനക്ഷമതയെ ആശ്രയിച്ചിരിക്കുന്നു. Number 2, the world is pluralistic. Reality can exist in multiple forms depending on experience. ലോകം ബഹുസ്വരമാണ്. അനുഭവത്തെ ആശ്രയിച്ച് യാഥാർത്ഥ്യം ഒന്നിലധികം രൂപങ്ങളിൽ നിലനിൽക്കും. There are no fixed values. There are dynamic and ever-changing. They are dynamic and ever-changing. Man creates his own values through actual living and facing the life situations. സ്ഥിരമായ മൂല്യങ്ങൾ ഒന്നുമില്ല. അവ ചലനാത്മകവും എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതുമാണ്. യഥാർത്ഥ ജീവിതത്തിലൂടെയും ജീവിത സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചും മനുഷ്യൻ സ്വന്തം മൂല്യങ്ങൾ സൃഷ്ടിക്കുന്നു. Number 4, practical result rather than abstract principles or theories as the essential criterion of moral value. ധാർമ്മിക മൂല്യത്തിൻ്റെ അടിസ്ഥാന മാനദണ്ഡം എന്ന നിലയിൽ അമൂർത്തമായ തത്വങ്ങളോ സിദ്ധാന്തങ്ങളോ അല്ല പ്രായോഗിക ഫലങ്ങൾ. Thought is subordinate to action. Activity is more important than ideas. ചിന്ത പ്രവർത്തനത്തിന് വിധേയമാണ്. ആശയങ്ങളെക്കാൾ പ്രവർത്തനമാണ് പ്രാധാന്യം. Reality is still in the making. Reality of a principle lies in its utility.
Any idea or thing which is useful to us is proper and right. It is true because it is useful. യാഥാർത്ഥ്യം ഇപ്പോഴും നിർമ്മാണത്തിലാണ്. ഒരു തത്വത്തിൻ്റെ യാഥാർത്ഥ്യം അതിൻ്റെ ഉപയോഗത്തിലാണ്. നമുക്ക് ഉപകാരപ്രദമായ ഏതൊരു ആശയമോ കാര്യമോ ഉചിതവും ശരിയുമാണ്. ഇത് സത്യമാണ് കാരണം അത് ഉപയോഗപ്രദമാണ്. Number 7. Man has biological and social nature with moral implications. മനുഷ്യന് ധാർമ്മിക പ്രത്യാഘാതങ്ങളുള്ള ജൈവശാസ്ത്രപരവും സാമൂഹികപരവുമായ സ്വഭാവം ഉണ്ട്. The present and immediate future are the great value to an individual than the past. ഭൂതകാലത്തേക്കാൾ വർത്തമാനവും സമീപഭാവിയും ഒരു വ്യക്തിക്ക് വലിയ മൂല്യമുള്ളതാണ്. Mind is the result of man's interaction with social environment. സാമൂഹിക ചുറ്റുപാടുകളുമായുള്ള മനുഷ്യൻ്റെ ഇടപെടലിൻ്റെ ഫലമാണ് മനസ്സ്. Nothing is fixed and final in this world. Everything grows, changes and develops. ഈ ലോകത്ത് സ്ഥിരവും അന്തിമവും ഇല്ല. എല്ലാം വളരുന്നു, മാറുന്നു, വികസിക്കുന്നു. Impact of pragmatism on education. Pragmatism is closely related to modern education. Pragmatic education is progressive in nature. It is flexible and changes with the changing circumstances of life. The following are the major impact of pragmatism on different aspects of education. പ്രായോഗികതാവാദം ആധുനിക വിദ്യാഭ്യാസവുമായി അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രായോഗിക വിദ്യാഭ്യാസം പുരോഗമന സ്വഭാവമാണ്. ഇത് വഴക്കമുള്ളതും മാറുന്ന ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതുമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ വശങ്ങളിൽ പ്രായോഗികതയുടെ പ്രധാന സ്വാധീനം ഒഴുക്കാണ്. Pragmatism and aim of education. Pragmatism does not believe in fixed, predetermined, ultimate and general aims of education. However, some of the suggested aims of pragmatic education are the following. വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥിരവും മുൻകൂട്ടി നിശ്ചയിച്ചതും ആത്യന്തികവും പൊതുവായതുമായ ലക്ഷ്യങ്ങളിൽ പ്രായോഗികവാദം വിശ്വസിക്കുന്നില്ല. എന്നിരുന്നാലും പ്രായോഗിക വിദ്യാഭ്യാസത്തിൻ്റെ നിർദ്ദിഷ്ട ലക്ഷ്യങ്ങളിൽ ചിലത് താഴെ പറയുന്നതാണ്. To cultivate a dynamic and adaptable mind which is resourceful and enterprising in all situations. എല്ലാ സാഹചര്യങ്ങളിലും വിഭവസമൃദ്ധവും സംരംഭത്വവുമുള്ള ചലനാത്മകവും പൊരുത്തപ്പെടാൻ കഴിയുന്നതുമായ ഒരു മനസ്സ് വളർത്തിയെടുക്കുക. To bring about all-round harmonious development of the individual by directing his impulses, interests and abilities towards the satisfaction of his felt needs in his environment. വ്യക്തിയുടെ പ്രേരണകൾ, താൽപ്പര്യങ്ങൾ, കഴിവുകൾ എന്നിവ അവൻ്റെ പരിസ്ഥിതിയിൽ അനുഭവപ്പെടുന്ന ആവശ്യങ്ങളുടെ സംതൃപ്തിയിലേക്ക് നയിക്കുന്നതിലൂടെ വ്യക്തി സമ്പൂർണ്ണ യോജിപ്പുള്ള വികസനം കൊണ്ടുവരുന്നു. To enable the learner to reconstruct his experiences continuously in the light of new situations so that he become able to control his environment and fulfill his philosophy. പുതിയ സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ തൻ്റെ അനുഭവങ്ങൾ തുടർച്ചയായി പുനർനിർമ്മിക്കാൻ പഠിതാവിനെ പ്രാപ്തനാക്കുന്നു. അങ്ങനെ അയാൾ പരിസ്ഥിതിയെ നിയന്ത്രിക്കാനും തത്വശാസ്ത്രം നിറവേറ്റാനും കഴിയും. To produce socially competent, economically efficient and cultured persons. സാമൂഹികമായി കഴിവുള്ളവരും സാമ്പത്തികമായി കാര്യക്ഷമതയുള്ളവരും സംസ്കാരവുമുള്ള വ്യക്തികളെ സൃഷ്ടിക്കുക. To enable the child to create new realities and values by himself so as to adjust to arrive an optimum personal and social adjustment in a creative manner. ക്രിയാത്മകമായ രീതിയിൽ വ്യക്തിപരവും സാമൂഹികവുമായ ഒപ്റ്റിമൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ എത്തിച്ചേരാൻ ക്രമീകരിക്കുന്നതിന് സ്വയം പുതിയ യാഥാർത്ഥ്യങ്ങളും മൂല്യങ്ങളും സൃഷ്ടിക്കാൻ കുട്ടിയെ പ്രാപ്തനാക്കുക. Pragmatism and curriculum. Curriculum is the pragmatic scheme of education is broad-based, diversified and flexible. Pragmatism advocates activity-centered and pupil-centered curriculum. It is developed on the basis of 4 principles.
വിദ്യാഭ്യാസത്തിൻ്റെ പ്രായോഗിക പദ്ധതിയിൽ പാഠ്യപദ്ധതി വിശാലവും വൈവിധ്യപൂർണവും വഴക്കമുള്ളതുമാണ്. പ്രവർത്തന കേന്ദ്രീകൃതവും വിദ്യാർത്ഥി കേന്ദ്രീകൃതവുമായ പാഠ്യപദ്ധതിയാണ് പ്രായോഗികതാവാദം വാദിക്കുന്നത്. നമ്പർ 1, പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി. According to this principle, only those subjects, activities and experiences should be included in the curriculum which are useful for meeting the present and future needs of the child. As such, language, physical training, geography, history, science, agriculture and home science for girls, etc. should be included in the curriculum. പ്രയോജനത്തിൻ്റെ തത്വങ്ങൾ. ഈ തത്വമനുസരിച്ച് കുട്ടിയുടെ ഇന്നത്തെയും ഭാവിയിലെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഉപയോഗപ്രദമായ വിഷയങ്ങളും പ്രവർത്തനങ്ങളും അനുഭവങ്ങളും മാത്രമേ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താവൂ. അതുപോലെ ഭാഷ, ശാരീരിക പരിശീലനം, ഭൂമിശാസ്ത്രം, ചരിത്രം, ശാസ്ത്രം, കൃഷി, പെൺകുട്ടികൾക്ക് ഉള്ള ഹോം സയൻസ് തുടങ്ങിയ വിഷയങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം. പ്രിൻസിപ്പിൾ ഓഫ് ഇൻട്രസ്റ്റ്. According to this principle, only those activities and experiences wherein the child takes interest should be included in the curriculum. As such, at the primary stage, the curriculum should include reading, writing, counting, art, craft, natural science, etc. താല്പര്യത്തിൻ്റെ തത്വം. ഈ തത്വം അനുസരിച്ച് കുട്ടിക്ക് താല്പര്യമുള്ള പ്രവർത്തനങ്ങളും അനുഭവങ്ങളും മാത്രമേ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താവൂ. അതേപോലെ പ്രാഥമിക ഘട്ടത്തിൽ പാഠ്യപദ്ധതിയിൽ വായന, എഴുത്ത്, എണ്ണൽ, കല തുടങ്ങിയവ ഉൾപ്പെടുത്തണം. Principle of experience. Pragmatism lay emphasis on practical work, child's activity, occasional and experience. Learning should be by doing. Hence, the curriculum should contain purposive, socialized activities which promote original thinking, creative production and social insight. പരസ്പര ബന്ധത്തിന്റെ തത്വം. അനുഭവത്തിൻ്റെ തത്വം. പ്രായോഗിക ജോലി, കുട്ടിയുടെ പ്രവർത്തനം, തൊഴിൽ, അനുഭവം എന്നിവയിൽ ഊന്നൽ നൽകുന്നു. പഠനം ചെയ്തുകൊണ്ടായിരിക്കണം. ലേണിംഗ് ഷുഡ് ബി ബൈ ഡൂയിങ്. ആയതിനാൽ പാഠ്യപദ്ധതിയിൽ മൗലികമായ ചിന്ത, ക്രിയാത്മകമായ ഉൽപാദനം, സാമൂഹിക ഉൾക്കാഴ്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യബോധമുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ അടങ്ങിയിരിക്കണം. പ്രിൻസിപ്പിൾ ഓഫ് കോറിലേഷൻ. According to pragmatism, knowledge is one unit. Hence, pragmatism advocates correlated teaching of different subjects for effective learning. പരസ്പര ബന്ധത്തിൻ്റെ തത്വം. പ്രായോഗികതാവാദമനുസരിച്ച് അറിവ് ഒരു യൂണിറ്റാണ്. അതിനാൽ ഫലപ്രദമായ പഠനത്തിനായി വ്യത്യസ്ത വിഷയങ്ങളുടെ പരസ്പര ബന്ധിതമായ അധ്യാപനത്തെ പ്രായോഗികതാവാദം വാദിക്കുന്നു. Pragmatism and methods of teaching. Pragmatism does not believe in any fixed method of teaching. Interests of the child, practical work, constructive activities, productive experiences, etc. are the basis of pragmatic methods of teaching. The following are the important contributions of pragmatism to the method of teaching. പ്രായോഗികത ഒരു നിശ്ചിത അധ്യാപന രീതിയിലും വിശ്വസിക്കുന്നില്ല. കുട്ടിയുടെ താൽപ്പര്യം, പ്രായോഗിക ജോലി, സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ, ഉൽപാദന അനുഭവങ്ങൾ തുടങ്ങിയവയാണ് പ്രായോഗിക അധ്യാപന രീതിയുടെ അടിസ്ഥാനം. അധ്യാപന രീതികൾക്ക് പ്രായോഗികവാദത്തിൻ്റെ പ്രധാന സംഭാവനകൾ താഴെ പറയുന്നതാണ്. പ്രാഗ്മാറ്റിസം emphasize purposive learning. Make the learning purposeful by providing real-life situation according to the natural interest, aptitude, abilities and experience of the learner. പ്രായോഗികത ലക്ഷ്യബോധമുള്ള പഠനത്തിന് ഊന്നൽ നൽകുന്നു. പഠിതാവിൻ്റെ സ്വാഭാവിക താൽപ്പര്യങ്ങൾ, അഭിരുചികൾ, കഴിവുകൾ, അനുഭവം എന്നിവയ്ക്ക് അനുസൃതമായി യഥാർത്ഥ ജീവിത സാഹചര്യങ്ങൾ നൽകിക്കൊണ്ട് പഠനം ലക്ഷ്യബോധം ഉള്ളതാക്കുക. Pragmatism advocates learning by doing. Learning experiences should be imparted to the learner through activities and practical experience by providing opportunities to participate in learning situations. പ്രായോഗികത വാദിക്കുന്നത് ചെയ്തുകൊണ്ട് പഠിക്കുക, പഠന സാഹചര്യങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ നൽകിക്കൊണ്ട് പ്രവർത്തനങ്ങളിലൂടെയും പ്രായോഗിക അനുഭവങ്ങളിലൂടെയും പഠനാനുഭവങ്ങൾ പഠിതാവിന് നൽകുക. പ്രാഗ്മാറ്റിസം
proposes correlated teaching. Provide experiences to the learner by employing correlation and integration of all subjects, activities and experiences. പ്രായോഗികവാദം പരസ്പര ബന്ധിതമായ അധ്യാപനത്തെ നിർദ്ദേശിക്കുന്നു. എല്ലാ വിഷയങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും അനുഭവങ്ങളുടെയും പരസ്പര ബന്ധവും സംയോജനവും ഉപയോഗിച്ച് പഠിതാവിന് അനുഭവങ്ങൾ നൽകുക. Pragmatism recommends project method and problem solving method. Pragmatism strongly recommends the use of the problem solving, inquiry and project method in the teaching learning process. പ്രായോഗികവാദം പ്രോജക്റ്റ് രീതിയും പ്രശ്നപരിഹാര രീതിയും ശുപാർശ ചെയ്യുന്നു. അധ്യാപന പഠന പ്രക്രിയയിൽ പ്രശ്നപരിഹാര അന്വേഷണവും പ്രോജക്റ്റ് രീതിയും ഉപയോഗിക്കാൻ പ്രായോഗികവാദം ശുപാർശ ചെയ്യുന്നു. പ്രോജക്റ്റ് മെത്തേഡ്, project method and inquiry method. Pragmatism and the teacher. The pragmatic teacher is a practical teacher and his most important responsibility is to guide the young children through complexities of life. The following are the other functions of the teacher. പ്രായോഗിക അധ്യാപകൻ ജീവിതത്തിൻ്റെ സങ്കീർണതകളിലൂടെ കൊച്ചുകുട്ടികളെ നയിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. അധ്യാപകന്റെ മറ്റ് പ്രവർത്തനങ്ങൾ ഇവയാണ്. According to pragmatism, the teacher works as a friend, philosopher and guide to the children. പ്രായോഗികവാദമനുസരിച്ച് അധ്യാപകൻ ഒരു സുഹൃത്തും തത്വചിന്തകനും കുട്ടികൾക്ക് വഴികാട്ടിയുമായി പ്രവർത്തിക്കുന്നു. The pragmatic teacher must be practical, trained, efficient person with a vision and foresight. പ്രായോഗിക അധ്യാപകൻ പ്രായോഗികവും പരിശീലനം സിദ്ധിച്ചതും ദീർഘവീക്ഷണവുമുള്ള കാര്യക്ഷമതയുള്ള വ്യക്തി ആയിരിക്കണം. Pragmatic approach to teaching requires that a teacher should be permissive, friendly, open-minded, enthusiastic, creative, socially aware, alert, patient, cooperative and purpose-oriented. അധ്യാപനത്തോടുള്ള പ്രായോഗിക സമീപനം ഒരു അധ്യാപകൻ അനുവദനീയവും സൗഹൃദപരവും തുറന്ന മനസ്സുള്ളതും ഉത്സാഹം ഉള്ളതും സർഗാത്മകവും സാമൂഹിക ബോധമുള്ളതും ജാഗ്രതയുള്ളതും ക്ഷമയുള്ളതും സഹകരിക്കുന്നതും ലക്ഷ്യബോധവുമുള്ള ആളായിരിക്കണം. The pragmatic teacher should create such situations that all children are able to develop social interest, attitudes, habit for the welfare of all society of which they are integral parts. എല്ലാ കുട്ടികൾക്കും അവർ അവിഭാജ്യ ഘടകമായ മുഴുവൻ സമൂഹത്തിൻ്റെയും ക്ഷേമത്തിനായി സാമൂഹിക താൽപ്പര്യങ്ങളും മനോഭാവങ്ങളും ശീലങ്ങളും വികസിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ പ്രായോഗിക അധ്യാപകൻ സൃഷ്ടിക്കണം. Pragmatism and discipline. According to pragmatists, discipline is primarily social and it emerges through free, happy, purposive and cooperative activities of the school. Liberty and autonomy of the educand is an important element in the pragmatic conception of discipline. The other major features of pragmatic discipline in education are the following. പ്രായോഗികവാദികളുടെ അഭിപ്രായത്തിൽ അച്ചടക്കം പ്രാഥമികമായി സാമൂഹികമാണ്. അത് സ്കൂളിൻ്റെ സ്വാതന്ത്ര്യവും സന്തോഷകരവും ഉദ്ദേശപരവും സഹകരണവുമായ പ്രവർത്തനങ്ങളിലൂടെ ഉയർന്നു വരുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ സ്വാതന്ത്ര്യവും സ്വയം ഭരണവും അച്ചടക്കത്തിൻ്റെ പ്രായോഗിക സങ്കല്പത്തിലെ ഒരു പ്രധാന ഘടകമാണ്. വിദ്യാഭ്യാസത്തിലെ പ്രായോഗിക അച്ചടക്കത്തിൻ്റെ മറ്റു പ്രധാന സവിശേഷതകൾ ഇനി പറയുന്നവയാണ്. Pragmatism denounces external discipline enforced by authorities by the award of punishment. ശിക്ഷകൾ നൽകുന്നതിലൂടെ അധികാരികൾ നടപ്പിലാക്കുന്ന ബാഹ്യ അച്ചടക്കത്തെ പ്രായോഗികവാദം അപലപിക്കുന്നു. It advocates social discipline based on child's interest, activities and the sense of responsibility. കുട്ടിയുടെ താൽപ്പര്യങ്ങൾ, പ്രവർത്തനങ്ങൾ, ഉത്തരവാദിത്ത ബോധം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക അച്ചടക്കത്തെ ഇത് വാദിക്കുന്നു. Socialized activities such as social projects are suggested by pragmatists to maintain discipline. അച്ചടക്കം നിലനിർത്താൻ പ്രായോഗികവാദികൾ സാമൂഹിക പദ്ധതികൾ പോലുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ നിർദ്ദേശിക്കുന്നു.
Discipline can be maintained by providing purposeful experiences to the learner which will develop self-confidence, self-reliance, cooperation, sympathy and fellow feeling in him. പഠിതാവിന് ലക്ഷ്യബോധമുള്ള അനുഭവങ്ങൾ നൽകുന്നതിലൂടെ അച്ചടക്കം നിലനിർത്താൻ കഴിയും. അത് അവനിൽ ആത്മവിശ്വാസം, സഹകരണം, സഹാനുഭൂതി എന്നിവ വികസിപ്പിക്കും. Contribution of pragmatism to education. Pragmatism has revolutionized the process of education to a very great extent. The concept of new education, progressive education, education emphasizing the total development of the whole child, and activity-centered curriculum which have changed the face of education are the contributions of pragmatism. The following are the other important contributions of pragmatism to education. പ്രായോഗികതാവാദം വിദ്യാഭ്യാസ പ്രക്രിയയിൽ വലിയ തോതിൽ വിപ്ലവം സൃഷ്ടിച്ചു. പുതിയ വിദ്യാഭ്യാസം, പുരോഗമന വിദ്യാഭ്യാസം, മുഴുവൻ കുട്ടികളുടെയും സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകുന്ന വിദ്യാഭ്യാസം, വിദ്യാഭ്യാസത്തിന്റെ മുഖച്ഛായ മാറ്റിമറിക്കുന്ന പ്രവർത്തന കേന്ദ്രീകൃത പാഠ്യപദ്ധതി എന്നീ ആശയങ്ങൾ പ്രായോഗികതയുടെ സംഭാവനകൾ ആണ്. Pragmatism provided definite and explicit aim of education. പ്രായോഗികത വിദ്യാഭ്യാസത്തിന്റെ കൃത്യമായും വ്യക്തവുമായ ലക്ഷ്യങ്ങൾ നൽകി. It made education child-centered. The needs, interest and ability of the learner were taken into consideration in the educative process. വിദ്യാഭ്യാസം ശിശു കേന്ദ്രീകൃതമായിരിക്കണം. വിദ്യാഭ്യാസ പ്രക്രിയയിൽ പഠിതാവിന്റെ ആവശ്യങ്ങൾ, താൽപ്പര്യങ്ങൾ, കഴിവുകൾ എന്നിവ പരിഗണിച്ചു. Importance of activity-centered curriculum was first emphasized by pragmatism. പ്രവർത്തന കേന്ദ്രീകൃത പാഠ്യപദ്ധതിയുടെ പ്രാധാന്യം പ്രായോഗികവാദികളാണ് ആദ്യം ഊന്നിപ്പറഞ്ഞത്. The principle of learning by doing is a main contribution of pragmatism. The project method is a practical outcome of pragmatist philosophy. Pragmatism gave a democratic outlook to education. It encouraged a democratic way of learning through purposeful and cooperative activities. പ്രായോഗികത വിദ്യാഭ്യാസത്തിന് ജനാധിപത്യപരമായ ഒരു രൂപം നൽകി. ലക്ഷ്യബോധത്തോടെയും സഹകരണത്തോടെയും ഉള്ള പ്രവർത്തനങ്ങളിലൂടെ ജനാധിപത്യപരമായ പഠന രീതിയെ അത് പ്രോത്സാഹിപ്പിച്ചു. Pragmatism emphasized the complementary nature of school and society. It considered school as a miniature society. പ്രായോഗികത സ്കൂളിൻ്റെയും സമൂഹത്തിൻ്റെയും പരസ്പര പൂരക സ്വഭാവത്തിന് ഊന്നൽ നൽകി. അത് സ്കൂളിനെ ഒരു മിനിയേച്ചർ സൊസൈറ്റി ആയി കണക്കാക്കി. Pragmatism gave a utilitarian outlook to education. The experiences given to the child by the teacher in the classroom should be useful. പ്രായോഗികത വിദ്യാഭ്യാസത്തിന് ഒരു പ്രയോജനപ്രദമായ വീക്ഷണം നൽകി. ക്ലാസ് മുറിയിൽ അധ്യാപകൻ കുട്ടിക്ക് നൽകുന്ന അനുഭവങ്ങൾ ഉപയോഗപ്രദം ആയിരിക്കണം. The pragmatic ideology gave a new position to the teacher in the educational process. He became the co-worker and guide of the students. പ്രായോഗിക പ്രത്യയശാസ്ത്രം വിദ്യാഭ്യാസ പ്രക്രിയയിൽ അധ്യാപകന് ഒരു പുതിയ സ്ഥാനം നൽകി. വിദ്യാർത്ഥികളുടെ സഹപ്രവർത്തകനും വഴികാട്ടിയും ആയി. Pragmatism recognized the existence of a diverse culture and their differing educational needs. വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെ നിലനിൽപ്പും അവയുടെ വ്യത്യസ്തമായ വിദ്യാഭ്യാസ ആവശ്യങ്ങളും പ്രായോഗികതാവാദ്യം തിരിച്ചറിയുന്നു. Limitations of pragmatism. The major limitations of pragmatic philosophy in education are the following. Pragmatism by and large ignores eternal values and is opposed to predetermined truth in education. പ്രായോഗികതാവാദം വലിയ തോതിൽ ശാശ്വത മൂല്യങ്ങളെ അവഗണിക്കുകയും വിദ്യാഭ്യാസത്തിൽ മുൻകൂട്ടി നിശ്ചയിച്ച സത്യങ്ങളെ എതിർക്കുകയും ചെയ്തു. According to pragmatism, there is no fixed aim of education. In the absence of definite aim of education, all educational plans and efforts may go astray and achieve nothing. പ്രായോഗികതാവാദമനുസരിച്ച് വിദ്യാഭ്യാസത്തിന് നിശ്ചിത ലക്ഷ്യങ്ങൾ ഒന്നുമില്ല. വിദ്യാഭ്യാസത്തിന്റെ കൃത്യമായ ലക്ഷ്യങ്ങളുടെ അഭാവത്തിൽ എല്ലാ വിദ്യാഭ്യാസ പദ്ധതികളും പ്രവർത്തനങ്ങളും വഴിതെറ്റുകയും ഒന്നും നേടാതിരിക്കുകയും ചെയ്യും. Pragmatic education pays little attention to spiritual values. The questions of meaning and values in life were thus left unanswered. പ്രായോഗിക വിദ്യാഭ്യാസം ആത്മീയ മൂല്യങ്ങളിൽ കാര്യമായ ശ്രദ്ധ ചെലുത്തുന്നില്ല. ജീവിതത്തിന്റെ അർത്ഥത്തെയും മൂല്യങ്ങളെയും കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാതെ അവശേഷിച്ചു.
humanities and cultural activities find no place in the pragmatic scheme of education. മാനവികതയ്ക്കും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും വിദ്യാഭ്യാസത്തിൻ്റെ പ്രായോഗിക പദ്ധതിയിൽ സ്ഥാനമില്ല. Pragmatism attaches too much importance to experimentation. Basing everything upon individual experimentation will result in lack of purpose in education. പ്രായോഗികവാദം പരീക്ഷണത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നു. എല്ലാ വ്യക്തിഗത പരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി ഉള്ളത് വിദ്യാഭ്യാസത്തിൽ ലക്ഷ്യമില്ലായ്മയ്ക്ക് കാരണമാകും. It provides very insignificant place to cultural values. സാംസ്കാരിക മൂല്യങ്ങൾക്ക് അത് വളരെ നിസ്സാരമായ സ്ഥാനം നൽകുന്നു. It overemphasizes project method. The entire knowledge and experience needed by a child cannot be obtained through projects. ഇത് പ്രോജക്റ്റ് രീതിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ഒരു കുട്ടിക്ക് ആവശ്യമായ മുഴുവൻ അറിവും അനുഭവങ്ങളും പ്രോജക്റ്റ് രീതിയിലൂടെ നേടാനാകില്ല. Number 8. Pragmatism believes that experience is all in all. It ignores the knowledge accumulated through the ages. അനുഭവം എല്ലാത്തിലും ഉണ്ടെന്ന് പ്രായോഗികതാവാദം വിശ്വസിക്കുന്നു. കാലങ്ങളായി സ്വരൂപിച്ച അറിവിനെ അത് അവഗണിക്കുന്നു. It does not encourage the development of the individual child as it believes that child are exclusively social being. കുട്ടികൾ തികച്ചും സാമൂഹിക ജീവികളാണെന്ന് വിശ്വസിക്കുന്നതിനാൽ ഇത് വ്യക്തിഗത കുട്ടിയുടെ വികസനത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. Pragmatism places heavy demand on the teacher. പ്രായോഗികതാവാദം അധ്യാപകനിൽ കനത്ത ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു.